അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എൻ്റെ പേര് ആനി. ഇതെൻ്റെ അമ്മ, പപ്പ. ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നു. ഞാൻ സെപ്റ്റംബർ 2, 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. നഴ്സിംഗ് കഴിഞ്ഞ് OET പഠിക്കുന്ന ടൈമിലാണ് ഉടമ്പടി എടുത്തത്. അവിടെ ഇങ്ങനെ എല്ലാവരും പറയുമായിരുന്നു, OET എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള എക്സാമാണ്, അപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പ്രെയറൊക്കെ നല്ലോണം ചൊല്ലുമായിരുന്നു. പക്ഷേ കാരുണ്യ പ്രവൃത്തികളൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഉള്ളിലെവിടെയോ മാതാവ് കാക്കും, മാതാവ് പാസ്സാക്കും, അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു, എല്ലാ മൊഡ്യൂളും കിട്ടിയില്ല. എന്നാലും മാതാവിനെ കൈവിട്ടില്ല. പ്രാർത്ഥന കുറേ കൂടെ ശക്തമാക്കി തീക്ഷ്ണമായിട്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പം മനസ്സിലായി, നമ്മൾ ഒൺസ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നുണ്ടേ മാതാവ് നമ്മളെ കൈവിടത്തില്ല. നമുക്ക് ബെസ്റ്റായിട്ടുള്ളതേ മാതാവ് തരത്തുള്ളൂ. സഞ്ചാരി മാതാവാണ്, നമ്മുടെ കൂടെ വരും. അങ്ങനെ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ OET എഴുതാമെന്ന് വെച്ച് OETക്ക് പഠിച്ചു തുടങ്ങി. ആ സമയത്താണ് ഗവൺമെൻറ് വഴി ജർമ്മൻ പഠിക്കാനായിട്ടൊരവസരം കിട്ടിയത്. അതായത് നഴ്സസിനെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിച്ച് ജർമ്മനിയിൽ കൊണ്ടുപോകും. വിസ ടിക്കറ്റ് എല്ലാം അവരുടെ തന്നെ ചിലവാണ്. അപ്പം ഞാൻ ഫ്രഷറാണ്, എനിക്ക് നഴ്സിംഗ് കഴിഞ്ഞ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അവർ കൂടുതലും എക്സ്പീരിയൻസ് നഴ്സസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ എന്നാലും ഇൻ്റർവ്യൂവിന് പോയി. മാതാവിൻ്റെ കാശുരൂപം, അഭിഷേക തൈലം എല്ലാം ഉപയോഗിച്ചാണ് പോയത്. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കയറി ഇൻ്റർവ്യൂവിന്. ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി. ഇംഗ്ലീഷിലായിരുന്നു ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് ജർമ്മൻ ക്ലയൻസുമായിട്ട്. അപ്പോൾ അവർ കൂടുതലും എക്സ്പീരിയൻസ് നഴ്സസിനെയാണ് എടുക്കുന്നത്. പക്ഷേ ഞങ്ങളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് റിസൾട്ട് വരാറായി. അപ്പം എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും കിട്ടി. പിന്നെ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നെ ഇതിന് സെലക്ട് ആക്കണേ. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തീർന്നില്ല, അതിന് മുന്നേ എൻ്റെ റിസൾട്ട് വന്നു, പാസ്സായി. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പുതിയ ലാംഗ്വേജാണ്, എനിക്കങ്ങനെ വലിയ മെരിറ്റൊന്നും ഇല്ല. പക്ഷെ മാതാവ് തന്നെ എന്നെ എല്ലാം പഠിപ്പിച്ചു. A1 കഴിഞ്ഞു, A2 കഴിഞ്ഞു. A2 ടൈമൊക്കെ എക്സാം ടഫായിരുന്നു. പക്ഷേ മാതാവാണ് എന്നെ പാസ്സാക്കിയത്. ആര് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു, ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ പാസ്സാവത്തില്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പാസ്സായത്. അങ്ങനെ B1 കഴിഞ്ഞു, B2 ആയി. B2 ടൈമൊക്കെ ആയപ്പം കുറേ അസുഖങ്ങളൊക്കെ വന്ന് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ ടൈം കുറേ ഇങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യേണ്ട കുറേ സാഹചര്യങ്ങൾ എനിക്ക് വന്നു. അപ്പോൾ അതിന് പോകണോ, ഇരുന്ന് പഠിക്കണോ? പക്ഷെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കാരണം നമ്മൾ എത്രയൊക്കെ ഇരുന്ന് പഠിച്ചാലും മാതാവ് അവിടെ പ്രവർത്തിച്ചില്ലെന്നുണ്ടേ അവിടെ ഒന്നും നമുക്ക് പാസ്സാവാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ എല്ലാവരുമൊക്കെ പറയുമായിരുന്നു, നീ ഇരുന്ന് പഠിക്കാതെ പാസ്സാവത്തില്ല. പക്ഷെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതെല്ലാം ചെയ്തു. നമ്മളത് ചെയ്യുമ്പോൾ മാതാവ് എനിക്ക് വേണ്ടി എൻ്റെ എക്സാമിൽ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ എക്സാമിന് പോയി. എക്സാമിന് ഫുള്ള് ചെക്ക് ചെയ്താണ് അവരകത്ത് കയറ്റുന്നത്. പക്ഷേ മാതാവിൻ്റെ കാശുരൂപ ഉപ്പും അകത്ത് കയറ്റാതെ ഞാൻ പാസ്സാവത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി. എൻ്റെ മാത്രം കർച്ചീഫ് ഒന്നും അവർ ചെക്ക് ചെയ്തില്ല, അതിനകത്തെ ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉപ്പെല്ലാം അവിടെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. ചില ക്വസ്റ്റ്യൻസ് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ മാതാവിനെ മുറുകെ പിടിച്ച് എക്സാം ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് ആയിരുന്നു. ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് പ്രദക്ഷിണമായിട്ട് പോകാനായിട്ട് മാതാവിനെ കിട്ടിയത്. അപ്പോഴേ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് റൈറ്റിങ്ങിന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അതൊരിക്കലും എൻ്റെ മെരിറ്റ് കൊണ്ടല്ല, കാരണം എന്താണേലും അതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ മാതാവിൻ്റെ ശക്തിയാൽ എനിക്കതിന് ഫുൾ മാർക്ക് കിട്ടി. ബാക്കി മൊഡ്യൂൾസ് ഞാൻ പാസ്സായി. അങ്ങനെ B2 കംപ്ലീറ്റ് ആയി. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കതിലൊരു മെരിറ്റും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെയും ജർമ്മനിയുടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ലാഗാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ കൂടെ ആകുമ്പം കുറച്ചും കൂടെ സമയമെടുക്കും. നമ്മൾ നല്ലോണം വെയിറ്റ് ചെയ്യണം.
അപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ചത് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടായിരുന്നു. അപ്പം ലോൺ അടച്ചു തുടങ്ങേണ്ട ടൈമൊക്കെ സ്റ്റാർട്ടായി. അങ്ങനെ ആ സമയത്ത് മാതാവ് തന്നെ എനിക്കൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം തന്നു. അങ്ങനെ ആ ക്ലിനിക്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിങ്ങനെ ക്യാൻസർ പേഷ്യൻസിൻ്റെ പെറ്റ് സ്കാനൊക്കെ ചെയ്യുന്ന സെൻറ്ററാണ്. അപ്പോൾ അവിടെ എനിക്ക് കുറേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റി. അവിടെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ ഏജുള്ളവരൊക്കെ അവിടെ വരാറുണ്ട് പേഷ്യൻസായിട്ട്. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ അടുത്തൊക്കെ മാതാവിനെ കുറിച്ച് പറയാനൊക്കെ പറ്റി. കാരുണ്യ പ്രവൃത്തി, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നല്ല ശക്തമായിട്ട് ചെയ്യാൻ പറ്റി അവിടെ. അങ്ങനെ ഈ ടൈമിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ വന്നിട്ടില്ലായിരുന്നു, ജർമ്മൻ എംപ്ലോയർ ഇൻ്റർവ്യൂ. B1 ഒക്കെ ആയപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള എല്ലാവർക്കും ഇൻ്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പോൾ വന്നിട്ടില്ല. അങ്ങനെ ടെൻഷനായിരുന്നു, ഇനിയും സമയം നീണ്ടു പോവോ. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ 6 പേരാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ക്ലാസ്സിൽ. അതിൽ 5 പേർക്ക് മെയിൽ വന്നു, ഇതുപോലെ ഇൻവിറ്റേഷൻ മെയിൽ വന്നു. എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഓൾഡ് ഏജ് ഹോമിലോട്ടാണ് വന്നത്. അപ്പം എന്നാലും എൻ്റെ ഉള്ളിൽ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഉറപ്പായിരുന്നു മാതാവ് എന്തായാലും എനിക്ക് ബെസ്റ്റായിട്ടുള്ളതേ തരത്തുള്ളൂ, മാതാവിൻ്റെ ഇഷ്ടം പോലെ തന്നെ വരട്ടെ. അങ്ങനെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എനിക്ക് മെയിൽ വന്നു, ഹോസ്പിറ്റലിലോട്ട് ഉള്ള ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ വന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് പോയി. പ്രിപ്പറേഷനേക്കാളും കൂടുതൽ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമാണ് ഞാൻ ചെയ്തത്. എനിക്കറിയാം അത് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഫസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അന്ന് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അവർ വിളിക്കും. അപ്പോൾ കുറേ നേരം ഉണ്ട്. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുക. അങ്ങനെ ഓരോരുത്തർ പോകുമ്പം ബാക്കിയുള്ളവരെല്ലാം പഠിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി ധ്യാനം കാണാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇൻ്റർവ്യൂവിന് കയറി. മാതാവിൻ്റെ അഭിഷേക തൈലവും ഉപ്പ് ഉപയോഗിച്ചു. കാശ് രൂപ മുറുകെ പിടിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജർമ്മൻ ലാംഗ്വേജിലായിരുന്നു ഇൻ്റർവ്യൂ. എൻ്റെ മെരിറ്റ് കൊണ്ടല്ല, മാതാവാണ് എന്നിലൂടെ സംസാരിച്ചത് അന്ന് ഇൻ്റർവ്യൂവിന്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. റിസൾട്ട് അറിഞ്ഞില്ല. 1 മാസം കഴിഞ്ഞിട്ട് ആ റിസൾട്ട് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. ആകാശത്ത് മാതാവ് ഉണ്ണീശയെ എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് മാതാവ് ഉണ്ണീശയ്ക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. പിന്നെ ആകാശത്ത് ഇങ്ങനെ സെലിബ്രേഷൻ പോലെ, ദീപാവലി പോലെ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തുക. അപ്പോഴേ എനിക്ക് തോന്നി മാതാവ് എനിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ എൻ്റെ വിസ പ്രോസസ്സിങ് എല്ലാം ഭംഗിയായിട്ട് നടന്നു. എല്ലാം ഒരു കുഴപ്പമില്ല നടന്നു വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് വിസ പ്രോസസ്സിങ്ങിൽ പ്രശ്നമൊന്നുമില്ല, അപ്പം ഞാൻ B2-ൻ്റെ എക്സാമിൻ്റെ കാര്യമോ സാക്ഷ്യത്തിൽ പറയേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ 10 പേരുടെ പ്രോസസ്സിങ് ഒരുമിച്ചാണ് നടന്നു വരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ വിസ അപ്പോയിൻമെൻ്റ് എത്തിയപ്പം എൻ്റെ മാത്രം ഡേറ്റ് നീണ്ടുപോയി. അവർക്കെല്ലാം ഒരുമിച്ച് വന്നു. അപ്പം ആദ്യമൊക്കെ മാഡം പറയുമായിരുന്നു കുഴപ്പമില്ല, എനിക്ക് മാർച്ചിൽ പോകാൻ പറ്റും എന്ന് പറയും. ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ വിസ വരത്തില്ല. അപ്പം മാഡം പറഞ്ഞു ആനിയുടേത് മെയിലോട്ടായിരിക്കും, നീണ്ടു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ചു കുഴപ്പമില്ല, മാതാവിൻ്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പോയി. അങ്ങനെ അവരുടെ എല്ലാം പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു, ടിക്കറ്റ് എല്ലാം വന്നു. എല്ലാം പോകാൻ റെഡി ആയപ്പോഴാണ് ഇറാനിൽ യുദ്ധം വന്നത്. അങ്ങനെ അവർക്കൊന്നും പോകാൻ പറ്റിയില്ല, എല്ലാവർക്കും വിഷമമായി. അപ്പം ഞാൻ ഓർത്തു ഞാനാണ് ആ സാഹചര്യത്തിലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ക്ലിനിക്കിലെ ജോലി ഞാൻ റിസൈൻ വയ്ക്കുമായിരുന്നു. 2 മാസം എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനോ ഒന്നിനും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ മാതാവ് എന്നെ ആ വലിയൊരു ഇതിലെന്ന് എന്നെ രക്ഷിച്ചു. പിന്നെ അടുത്ത് പറയാനുള്ളത്, അങ്ങനെ ഈ മെയ് 3-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്താലാണ് ഞാൻ പോകുന്നത്. സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരും. ഇപ്പം ഞാൻ പോകുമ്പോഴും ഇവിടുന്ന് ജർമ്മൻ പത്രം വാങ്ങിയിട്ട് പോവുകയാണ്. അവിടെ പോയി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, ഇനി ഉടമ്പടിയിൽ തുടരണം. എന്നെ ഇത്രയും അനുഗ്രഹിച്ച മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അടുത്ത് പറയേണ്ടത് പപ്പയ്ക്ക് കിട്ടിയ അനുഗ്രഹമാണ്. പപ്പയ്ക്ക് 2016 ഒരു സ്ട്രോക്കിൻ്റെ ഹിസ്റ്ററി ഉള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ല. പപ്പ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ടാവുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഇതുപോലെ തലകറക്കം പോലെയൊക്കെ വന്നു. അങ്ങനെ പിന്നെ MRI എടുത്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് ചെയ്യണം, തലയിൽ എത്രത്തോളം ബ്ലഡ് ഓട്ടം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്.
അപ്പോൾ ഈ ടെസ്റ്റ് ഡൈ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്ട്രോക്ക് വരാം, ഫിക്സ് വരാം, കിഡ്നിക്ക് പ്രോബ്ലം വരാം എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ കൊണ്ട് കൺസെൻറ്റ് വാങ്ങിയിട്ടാണ് അവർ ചെയ്യിക്കുന്നത്. പക്ഷേ മാതാവിൻ്റെ അഭിഷേക തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലത്താലും ഉപയോഗിച്ചതിനാലും പപ്പയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ആ ടെസ്റ്റിൽ നോർമലായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിന് മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് പപ്പയ്ക്ക് കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ജനുവരിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഫേസിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് റിബ് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 3 മാസം കണ്ടിന്യൂസ് റെസ്റ്റ് വേണം, ബെഡ് റെസ്റ്റ് വേണം, അനങ്ങരുത് എന്നായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അഭിഷേക തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിനാലും ഉപ്പ് പപ്പ ഭക്ഷിക്കുമായിരുന്നു ആഹാരത്തിലൂടെ. അതിനാലും പപ്പയ്ക്ക് 1.5 മാസം കൊണ്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് റിക്കവറായി. ജോലിക്കൊക്കെ പോകാൻ പറ്റി, ഒരു കുഴപ്പമില്ല. അതിന് മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് അമ്മയ്ക്ക് UCTD എന്നുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചൂടത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. മുഖമെല്ലാം ഇങ്ങനെ തടിച്ച് വരും, ചൊറിയും, ബേണിങ് സെൻസേഷൻ ആയിരിക്കും, അങ്ങനെയാണ്. അപ്പം ഞാൻ പറയുമായിരുന്നു അമ്മയുടെ അടുത്ത് ഇവിടെ വരണം, പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുള്ളിക്കാരിക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയ്ക്ക് അമ്മ ഒരു ദർശനം കണ്ടു. അതിനെപ്പറ്റി അമ്മ തന്നെ പറയും. അതിനുശേഷം അമ്മ മരുന്നുകളും ഒരുപാട് ക്രീമുകളൊക്കെ മുഖത്തും ദേഹത്തൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. എത്രയൊക്കെ അത് ഉപയോഗിച്ചാലും വലിയ കുറവില്ല. പക്ഷെ ഡോക്ടേഴ്സ് പറയുന്ന കാരണം അത് യൂസ് ചെയ്യും. സൂര്യപ്രകാശം ഒട്ടും അടിക്കാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ മാസം അമ്മ ദർശനം കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം അമ്മ ഒരു ക്രീമോ മരുന്നോ ഒന്നും സ്കിന്നിൽ യൂസ് ചെയ്തിട്ടില്ല. മാതാവിൻ്റെ അഭിഷേക തൈലം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് അമ്മയ്ക്കിപ്പം പോകാൻ പറ്റുന്നുണ്ട്, ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതലായിരുന്നു. അപ്പം കുറേ നാളായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതലായ കാരണം എന്തെങ്കിലും MPN ഡിസോർഡേഴ്സ് ആണ് ഡോക്ടേഴ്സ് ഡൗട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. മൈലോ പോളിഫറേറ്റീവ് നിയോപ്ലാസോ എന്ന് പറയും. അപ്പം അതിന് ബോൺ മാരോ ബയോപ്സി ചെയ്യണം, പിന്നെ MPN പാനൽ ചെയ്യണം. അപ്പം നല്ല എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് സസ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോയി, ബയോപ്സി ചെയ്തു. അതിലൊരു കുഴപ്പമില്ല, നോർമലാണ്. ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹത്താൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. ജോസഫ് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ കാശ് രൂപം കൊടുത്തു അമ്മയ്ക്ക്. ആ കാശ് രൂപമായിട്ടാണ് ബോൺമാരോ ബയോപ്സിക്ക് പോയത്. ഒരു പെയിനും ഇല്ലാതെ മാതാവ് അത് കഴിയാൻ അമ്മയെ സഹായിച്ചു. അതിന് മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അമ്മേനെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു. ബാക്കി അമ്മ പറയും. എൻ്റെ പേര് ബീന. ഞാൻ മാതാവിൻ്റെ ഒരു ദർശനം ഇങ്ങനെ കണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് മാതാവിനെക്കുറിച്ച്, കൃപാസന മാതാവിനെക്കുറിച്ച് വിശ്വാസം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാം മാതാവ് ഒന്ന് തന്നെയാണ് എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ മോള് പറയും, അമ്മ പ്രത്യക്ഷണ പ്രാർത്ഥന വായിക്കണം, അമ്മയ്ക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഉടമ്പടിയിൽ അമ്മ ജീവിക്കണം, ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അതനുസരിച്ച് ആദ്യം ഇതൊക്കെ പിന്മാറിയിരുന്നുവെങ്കിലും അപ്പോൾ ഈ ദർശനം ഞാൻ കണ്ടതോടും കൂടെ അപ്പോൾ ഇങ്ങനെ എൻ്റെ ബെഡ്റൂം ഒരു കടലായി, അതിൽ മാതാവ് ഇങ്ങനെ, കൃപാസന മാതാവ് ഇങ്ങനെ പൊങ്ങി താഴ്ന്നതായിട്ട് നല്ല പുഞ്ചിരിച്ച്. അപ്പോൾ അത് കൃപാസന മാതാവാണെന്ന് എനിക്കത് മനസ്സിലായത് തന്നെ. കൃപാസന മാതാവിൻ്റെ ഫോട്ടോ മോള് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിന് കൃപാസന മാതാവാണെന്ന് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കിരീടം വെച്ച മാതാവ് ഇങ്ങനെ കടലിലിങ്ങനെ പൊങ്ങി താഴ്ന്നതായിട്ട് അത് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ആകാശത്ത് ഒരു പള്ളി, ഇങ്ങനെ 2 മാലാഖമാർ ഇങ്ങനെ ആയിട്ട് ആകാശത്താണ് ഇത് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആകാശത്ത് ഇങ്ങനെ ചെറിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ അതൊന്നും എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ആരാണെന്നോ എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ കുഞ്ഞിനോട് പറയുന്നു, ഇത് ആകാശത്ത് എന്താണോ എഴുതി കാണിക്കുന്നത്, എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയും ഞാൻ കണ്ടു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പള്ളി ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചാണ്, മാതാവ് ഇത് ഏത് പള്ളിയാണ്, ഇത്രയും ആകാശത്ത് ഈ പള്ളി കാണിക്കണമെങ്കിൽ അത്രയും വിശുദ്ധമായ പുണ്യമായ ഒരു ഭൂമി ആയിരിക്കുമല്ലോ, ഞാൻ എങ്ങനെ പോകും,
എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് പള്ളിയിൽ പോകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പകൽ വെട്ടത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ലൈറ്റിൻ്റെ ചൂടും അടിക്കാൻ പറ്റത്തില്ല, ഒന്നും സൂര്യപ്രകാശം ഒന്നും പറ്റത്തില്ല. ഒന്ന് ജനലിനടുത്ത് പോലും റൂമിൽ നിന്ന് ജനലിനടുത്ത് പോലും എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, മാതാവേ എനിക്കെങ്ങനെ ഈ പള്ളിയിൽ പോകാൻ പറ്റുമെന്ന്. അപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ ഡിസംബർ മാസത്തെ ധ്യാനത്തിൽ നവംബറിൽ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറഞ്ഞു, ഇങ്ങനെ മാതാവിൻ്റെ പ്രദക്ഷിണ വാർഷിക തിരുനാളിനന്ന് ആൾത്താര തുറന്നു കൊടുക്കുകയാണ്, ഉടമ്പടി എടുത്തവർക്കും അല്ലാത്തവർക്കും വന്ന് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ആരോ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് പോലെ, നീ പോകണം അവിടെ പോയി പ്രാർത്ഥിക്കണം, മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ മനസ്സിൽ ഭയങ്കരമായ പ്രേരണയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ മോളെ വിളിച്ച് പറഞ്ഞു, ഇതേപോലെയാണ് ഇങ്ങനെ അമ്മയുടെ വാർഷിക തിരുനാളിന് ഇങ്ങനെ ഉടമ്പടി എടുത്തവർക്കും എടുക്കാത്തവർക്കും ആൾത്താരിയിൽ കയറി പ്രാർത്ഥിക്കേണ്ട അവസരം ഡിസംബർ 7-ാം തീയതി അന്ന് അവിടെ ഉണ്ട്, എനിക്ക് പോകണമെന്ന് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അമ്മയെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 6-ാം തീയതി രാത്രിയിലാണ് ഇവിടെ വന്ന് റൂമെടുത്ത് താമസിച്ചു. 7-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് ഞങ്ങളുടെ ക്യൂവിൽ വന്ന് നിന്നു, മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. 7-ാം തീയതി ഞങ്ങൾ പോയില്ല. അന്ന് വൈകുന്നേരം വരെയുള്ള മുഴുവൻ പ്രാർത്ഥനയിലും തിരുകർമ്മങ്ങളിലെല്ലാം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഞാൻ സർവ്വസമയവും ഒരു ഫാനും എല്ലാം എടുത്ത് എൻ്റെ മുഖത്തിൻ്റെ ഫേസോട് അടുത്ത് വെച്ചിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത് രാത്രിയും പകലും. എനിക്ക് ഇവിടെ വന്ന് ഒരു പ്രയറിൽ പോലും പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മാതാവിൻ്റെ കൃപയാലാണ് അന്ന് മുഴുവൻ പ്രാർത്ഥനയിൽ എനിക്കിവിടെ പങ്കെടുക്കാൻ സാധിച്ചു. അന്ന് ഞങ്ങൾ 2 പേരും മോളും ഞാനും രാവിലെ മുതൽ ഉപവാസത്തോടും കൂടെ ഇരുന്ന് അന്ന് 4:30 മണിക്ക് ശേഷമാണ് ഞങ്ങൾ റൂമിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അതുവരെ നല്ല ഉണർവോടും കൂടി ഒരു ക്ഷീണോ പ്രയാസവും ഇല്ലാതെ ദീപബലിയിലും അന്നത്തെ ധ്യാനത്തിലും എല്ലാം എനിക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റി. ഈ ചൂടെല്ലാം എനിക്കൊരു പ്രശ്നമായിരുന്നില്ല അന്നും. അത് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഇങ്ങനെ മോളുടെ ജർമ്മനിൽ പോകുന്നതിനെക്കുറിച്ച് മാതാവിനോട് എപ്പോഴും ഞാൻ ഇങ്ങനെ സംസാരിക്കും. മാതാവ് അമ്മയുടെ മാസമായ ഒക്ടോബർ മാസം മെയ് മാസം അമ്മ കൊണ്ടുപോകണമെന്നിങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ 25 സെപ്റ്റംബർ മാസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മെയ് മാസം എന്നുള്ളവർ ആരോ പറയുന്നത് പോലെ മനസ്സിൽ തോന്നിയായിരുന്നു, മെയ് മാസം മാതാവ് പറയുന്നതായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മെയ് മാസത്തെ അമ്മ കൊണ്ടുപോകും മോളെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഡേറ്റ് ഇങ്ങനെ മാതാവിനോട് ചോദിക്കുകയാണ്, അമ്മ ഏത് ഡേറ്റായിരിക്കും അമ്മ മാതാവ് കൊണ്ടുപോകുന്നത്? അങ്ങനെ ഒക്ടോബർ ജപമാല മാസമായ ഒക്ടോബർ മാസത്ത് മാതാവ് എനിക്ക് ഡേറ്റ് തന്നു 11-ാം തീയതിയെന്ന്. അപ്പം ഞാൻ അത് ആരടുത്തും പറഞ്ഞില്ല, മോളടുത്തും പറഞ്ഞില്ല, വീട്ടിൽ ആരടുത്തും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ മെയ് 11 ഇങ്ങനെ ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അവർക്ക് ടിക്കറ്റ് വന്നു. മെയ് മാസമാണെന്നാണ് ആദ്യം അവർ പറഞ്ഞു. അപ്പോൾ അത് മെയ് മാസമാണ് ഓക്കെ ആയപ്പോൾ ടിക്കറ്റ് വന്നപ്പോൾ മെയ് 3-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ മാതാവ് എനിക്കൊരു മെയ് 11 എന്ന ഡേറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അമ്മ, അതെന്താണ് അമ്മ എനിക്കറിയില്ല, മെയ് 3-ാം തീയതിയാണ് ടിക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ അന്ന് രാത്രി തന്നെ മെയിൽ വന്നു, മെയ് 11-ാം തീയതിയാണ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്. അങ്ങനെ അമ്മ എനിക്ക് ഈ മെയ് 11-ാം തീയതി തന്നത് 11-ാം തീയതി ജോലി ചെയ്യേണ്ട ഡേറ്റാണ്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത എന്നെ എൻ്റെ കുടുംബത്തിനെ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം എല്ലാ മാസവും ഇവിടെ നിന്ന് വാങ്ങി കൊടുക്കുമായിരുന്നു. കൂടുതലും ഹോസ്പിറ്റൽ, ബസ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത ടൈം എൻ്റെ അനുഭവങ്ങളൊന്നും അങ്ങനെ പങ്കുവയ്ക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പത്രം വാങ്ങി അഭിഷേക തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചാണ് പത്രം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തന്നെ പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം മുടക്കാതെ കൂടാറുണ്ട്. ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആദ്യമൊക്കെ എനിക്കിതിന് മടിയായിരുന്നു, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്കതൊക്കെ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഭക്ഷണം വാങ്ങി ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട്. കൂടുതലും ഇങ്ങനെ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്കായിരിക്കും കൊടുക്കുന്നത്.
പിന്നെ ഓർഫണേജ് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു സഹായം ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഡെയിലി കുർബാന കൂടാറുണ്ട്, കുർബാന മുടക്കാറില്ല. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലും മുടക്കത്തില്ല. പിന്നെ പേഴ്സണലായിട്ടുള്ള പ്രെയർ മുടക്കാറില്ല. ബൈബിള് വായിക്കാറുണ്ട്. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇനിയും ഉടമ്പടിയിലായിരിക്കും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ജർമ്മൻ പത്രം വാങ്ങിയിട്ട് പോകണം. അവിടെ പോയി എനിക്ക് പ്രേക്ഷ്യ പ്രവർത്തനം ചെയ്യണം. ഇനിയും ഒരുപാട് പേരെ മാതാവിനെ അറിയിക്കണം. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി അവരെയും മാതാവ് ഉയർത്തണം. അതിന് മാതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ പരിമിതികൾക്കപ്പുറം ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മുടെ ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ചും അത് സാധ്യമല്ല, ഇത് നടക്കില്ല എന്ന് തോന്നുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ ഉടമ്പടിയിലൂടെ സമർപ്പിക്കുമ്പോൾ അസാധ്യമാകുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവവചനത്തിന് വിധേയമായ ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് ഇടപെടുന്നത്. ഉടമ്പടിയിലൂടെ അസാധ്യം സാധ്യമാക്കുന്ന അനുഭവമാണ് ഓരോ മക്കളും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രശ്നങ്ങളിൽ നിരാശരാകാതെ പ്രാർത്ഥനയിൽ, ഉടമ്പടിയിൽ സ്ഥിരതയോടെ മുന്നോട്ട് നയിക്കുവാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടാണ് നാം സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആനി ബി സാജു എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് ഈ മകൾ ആദ്യമായി നഴ്സിംഗിൽ OIT എക്സാമിന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ കിട്ടിയില്ല. ആ മകൾ തന്നെ പറഞ്ഞു, ഞാൻ ഉടമ്പടി ജീവിതം കൂടുതൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും കൂടുതൽ തീഷ്ണതയോടെ ഫസ്റ്റ് ടൈം OIT എക്സാം ഫെയിലായതോടെ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് ടൈമിൽ OIT എക്സാം കിട്ടാനുള്ള ചാൻസ് കിട്ടി. പക്ഷെങ്കിൽ മുൻപിലത്തെക്കാലം നല്ലൊരു രീതിയിൽ, അതായത് ഗവൺമെൻറ് OIT എക്സാം കണ്ടക്ട് ചെയ്യുകയും ഫ്രീ ആയിട്ട് തന്നെ OIT എക്സാം, ജർമ്മൻ കോഴ്സ് പഠിക്കുവാൻ സാധിക്കുകയും ചെയ്തു. അവിടെയും ഈശോയും അമ്മയും ഈ മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടാണ്. കാരണം ആദ്യം കിട്ടാതിരുന്നിട്ട് പെട്ടെന്നത് നല്ല രീതിയിൽ ഒരു എക്സ്പെൻസും ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ ദൈവം അവിടെ വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു ഈ മകൾക്ക്. പിന്നീട് പറഞ്ഞത്, ജർമ്മൻ എംപ്ലോയി ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് 6 പേരുണ്ടായിരുന്നു. അവർ 5 പേരിൽ ഇൻവിറ്റേഷൻ മെയിൽ കിട്ടി. പക്ഷെങ്കിൽ ആനിക്ക് കിട്ടിയില്ല. പിന്നീടാണ് അറിഞ്ഞത് 5 പേർക്ക് കെയർ ഹോമിലേക്കും ആനിക്ക് ഹോസ്പിറ്റലിലേക്കുമാണ് ഇൻവിറ്റേഷൻ മെയിൽ വന്നത്. ആദ്യമൊക്കെ ആനി വിഷമിച്ചെങ്കിലും പക്ഷെങ്കിൽ ഈശോയും അമ്മയും എന്തിനോ നല്ലത് വേണ്ടി എപ്പോഴും ഈ മകൾ പറഞ്ഞു, എന്താ അമ്മ എൻ്റെ താമസിക്കുന്നത്, അമ്മയുടെ ഇഷ്ടം പോലെ, അമ്മയുടെ ഹിതമനുസരിച്ച് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ 10 പേര് പ്രോസസ്സിങ്ങിൽ വെച്ചു. പക്ഷെങ്കിൽ എല്ലാവർക്കും ടിക്കറ്റ് കിട്ടി, ഈ മകൾക്ക് കിട്ടിയില്ല. പക്ഷെങ്കിൽ ഇവിടെയും പരിശുദ്ധ അമ്മ തന്നെയാണ് ഇടപെട്ടത്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ജർമ്മനിക്ക് പോകാനായിട്ട് മെയ് 3-ന് ഈ മകൾക്ക് കിട്ടുകയും കൂട്ടുകാരുടെ കാര്യം ആ മകൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സഞ്ചാര മാതാവ് തന്നെയാണ് കൂടെ വന്നതും എല്ലാ കാര്യവും എല്ലാ പ്രോസസ്സിങ്ങിലും നടക്കുകയും ചെയ്ത് മെയ് 3-ാം തീയതി ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തത്. മെയ് 11 എന്നുള്ള ഡേറ്റ് അമ്മയ്ക്കൊരു ദർശനം കിട്ടി. അമ്മ പരിശുദ്ധമ്മയോട് ചോദിച്ചു, എന്താ അമ്മ ഈ ഡേറ്റ് എന്ന്. പിന്നീടാണ് മനസ്സിലായത്, മെയ് 3-ാം തീയതി മകൾ ജർമ്മനിയിൽ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോയിൻ ചെയ്യുകയും ഹോസ്പിറ്റലിലേക്ക് പോവുകയും മെയ് 11-നാണ് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്, ജോയിൻ ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നതെന്നും. അങ്ങനെ ഓരോ കാര്യത്തിലും ഈശോയും അമ്മയും ഇടപെടുന്നതായിട്ടാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പപ്പയുടെ അസുഖമാണേലും തലയിൽ രക്ത ഓട്ടം ഉണ്ടാകാനുള്ള ചെക്കിങ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്തു, അത് ഭേദമായി. പിന്നീട് ബൈക്ക് ആക്സിഡൻറ്റ് വന്നപ്പോൾ 6 മാസത്തിൻ്റെ
റെസ്റ്റാണ് പറഞ്ഞിരുന്നത്, ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് എത്രയും പെട്ടെന്ന് രോഗസൗഖ്യം നൽകി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മോളുടെ പപ്പയും കൂടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അമ്മയുടെ കാര്യം അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്നു. അതും ജപമാല അത് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം, അതായത് ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈ സഹോദരിക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല, സൂര്യപ്രകാശം ഒട്ടും എന്തെങ്കിലും അടിച്ചാൽ അത് സ്കിന്നിൽ പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് ലോട്ട് ഓഫ് പ്രോബ്ലം ഉണ്ട്, സ്കിൻ പ്രോബ്ലം ഉള്ളത് കൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെങ്കിൽ അമ്മയിൽ ഉറച്ച വിശ്വാസത്തോടെ ഡിസംബർ 7-ാം തീയതി രാവിലെ തൊട്ട് വൈകുന്നേരം 4 മണിക്കാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചത്. അന്നോട്ട് ഇന്ന് വരെ ആ സ്കിൻ്റെ പ്രശ്നമില്ല, അല്ലെങ്കിൽ അക്യൂട്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്ന ഈ സഹോദരിക്കും പരിശുദ്ധ അമ്മയുടെ ഒരു സ്പർശനം കിട്ടി അവിടെ രോഗസൗഖ്യം ലഭിച്ചതായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ സൈത്ത് പൂച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബോൺ മാരോ ബയോപ്സിക്ക് പോയപ്പോൾ വളരെ പ്രയാസപ്പെട്ടു, പേടിച്ചു, ഭയപ്പെട്ടു, എന്തായിരിക്കും റിസൾട്ട് എന്നറിയില്ല. പക്ഷെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ബോൺ മാരോ എത്ര പെയിൻഫുള്ളാണ്, എത്ര വേദനയുള്ളതാണ്. പക്ഷെങ്കിൽ സഹോദരിക്ക് വേദനയൊന്നും ഇല്ലാതെ ബയോപ്സി റിപ്പോർട്ടും നല്ല നെഗറ്റീവായിട്ടാണ് വന്നത്. അതും ഒരു കുഴപ്പവും ഇല്ലാതെ ഈശോയും അമ്മയും കാത്ത് സംരക്ഷിച്ചു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ, അനുഗ്രഹത്തിലൂടെ, അച്ഛൻ്റെ ആത്മീയ ആസ്തിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. ആ അനുഗ്രഹത്തിലൂടെ ഈ മകൾ കിട്ടിയ രോഗസൗഖ്യത്തിന്, പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. അസാധ്യങ്ങൾ സാധ്യമാക്കി തരുന്ന പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്. ജീവിതത്തിൽ അസാധ്യമാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളും ഭയങ്ങളും നിരാശകളും എല്ലാം പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തിന് വിധേയമായി അമ്മ ജീവിച്ചതുപോലെ അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അമ്മ ജീവിച്ചതുപോലെ അമ്മ നമ്മളോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. അത് ഉടമ്പടിയിലൂടെയാണ് നമ്മുടെ ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സ്നേഹത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ജീവിതത്തിലെ ഓരോ അടഞ്ഞ വാതിലുകൾ തുറന്നു തരാനുള്ള ഒരു സഹായമാണ്. കാരണം പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അസാധ്യങ്ങൾ സാധ്യമാക്കുവാനും ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആനിക്കും കുടുംബത്തിനും ലഭിച്ച ഈ മകൾ പറയുകയും ചെയ്ത്, ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എൻ്റെ ഉടമ്പടി ജീവിതം. ഞാൻ ജർമ്മനിക്ക് പോകുമ്പോൾ ജർമ്മൻ പത്രവുമായിട്ട് അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ മകളുടെ ശ്രമം, ഈ കൊച്ചു ജീവിതത്തിൽ തന്നെ വളരെ യങ് ഏജിൽ തന്നെ ഈ മകൾക്ക് അറിഞ്ഞ ആ സ്നേഹം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ആ ആഗ്രഹം, അത് ഒരു വലിയ ഒരു തീഷ്ണത, അതൊരു വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ജർമ്മനിക്ക് പോകുമ്പോൾ ജർമ്മൻ പേപ്പറുമായിട്ടാണ് പോകുന്നത്. മറ്റുള്ളവരെ ആ സ്നേഹം അറിഞ്ഞ ആ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ടുള്ള ആ തീഷ്ണത നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.